ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 മെയ് മാസം 11 ഞായറാഴ്ച. അന്ന് നരസിംഹ ജയന്തിയാണ്. നരസിംഹമൂർത്തിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിയുടെ അവതാര കഥ കൂടി നമുക്കിന്ന് നോക്കാം. ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് തന്നെ നരസിംഹമൂർത്തിയുടെ അവതാരത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നരസിംഹ ജയന്തി ദിവസം സാധാരണ വൈഷ്ണവർ വ്രതം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഏകാദശിക്ക് നമ്മൾ എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് അതേപോലെ തന്നെ നരസിംഹ ജയന്തിക്കും വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതായത് ധാന്യഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പഴങ്ങളും പച്ചക്കറികളും പാലും ഒക്കെ കുടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഉപവസിച്ചുകൊണ്ട്, എങ്ങനെയാണോ നമ്മൾ ഏകാദശി എടുക്കുന്നത് അതനുസരിച്ചിട്ട് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് വളരെ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വിഷ്ണു ഭക്തരെല്ലാവരും തന്നെ നരസിംഹമൂർത്തിയെ സങ്കല്പിച്ചിട്ട് നെയ്വിളക്ക് തെളിയിക്കാറുണ്ട്. അടുത്ത് നരസിംഹ സ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നെയ്വിളക്ക് തെളിയിക്കാം. അതല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കാം. അത് വളരെ വളരെ പ്രയോജനകരമാണ്. അതുപോലെ ഈ നരസിംഹ ജയന്തിക്ക് ഒരു പ്രാർത്ഥനാ സമയമുണ്ട്. ആ സമയത്ത് നരസിംഹസ്വാമിയുടെ നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ വളരെ വളരെ വിശേഷമാണ്. ആ സമയമാണ്, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, വൈകുന്നേരം 4:03 മുതൽ സന്ധ്യയ്ക്ക് 6:33 വരെയാണ്. അതായത് 4:03 മുതൽ 6:33 വരെയുള്ള 2 മണിക്കൂർ 30 സമയം വളരെ വളരെ വിശേഷപ്പെട്ട സമയമാണ്. ഇനി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പാരണ വീടേണ്ടത്, അതായത് മെയ് 12 പാരണ വീടേണ്ടത് രാവിലെ 6:04 മുതൽ 9 മണി വരെയുള്ള സമയം. രാവിലെ 6:04 മുതൽ 9 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് പാരണ വീടാം. അതാണ് പാരണാസമയം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയാണ് നരസിംഹ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. ചതുർദശി തിഥി ആരംഭിക്കുന്നത് 2025 മെയ് മാസം 10 വൈകുന്നേരം 5:29 മുതൽ 2025 മെയ് മാസം 11 രാത്രി 8:01 വരെയാണ്. അതുകൊണ്ട് തന്നെ 2025 മെയ് മാസം 11 നമ്മൾ നരസിംഹ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. ഇനി നമുക്ക് ഭഗവാന്റെ നരസിംഹ അവതാര കഥയൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിരണ്യാക്ഷൻ്റെ ആ കഥ നമ്മൾ പഠിച്ചു. അതായത് ഹിരണ്യാക്ഷൻ ഭൂമിദേവി എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയപ്പോൾ ഭഗവാൻ വരാഹരൂപത്തിൽ അവതരിച്ച ആ വരാഹ അവതാരത്തിൻ്റെ കഥ. അവിടെ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായി ആര് ജനിച്ചിരുന്നു? ഹിരണ്യകശിപു ജനിച്ചിരുന്നു. അങ്ങനെ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ച ആ ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ സഹോദരൻ്റെ മരണമൊക്കെ അറിഞ്ഞിട്ട് ഹിരണ്യകശിപു വളരെയധികം മഹാവിഷ്ണുവിൻ്റെ ശത്രുവായി തീർന്നു. പണ്ടേ ശത്രുവാണ്. അനുജനെ വധിച്ചതുകൂടി അറിഞ്ഞപ്പോൾ കൂടുതൽ ദേഷ്യം വന്നു. ആരോട്? മഹാവിഷ്ണുവിനോട്. അങ്ങനെ എങ്ങനെയെങ്കിലും മഹാവിഷ്ണുവിനെ വധിക്കണം എന്ന് ഒരു ചിന്തയായി പിന്നീട് ആർക്ക്? ഹിരണ്യകശിപുവിന്. അതിനു വേണ്ടിയിട്ട് കുറേ വരങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മദേവൻ്റെ അടുത്ത് വന്ന് രണ്ടുപേരും. പക്ഷെ അതുകൊണ്ട് മാത്രം ഫലമില്ല. കാരണം ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. അതുകൊണ്ട് കുറച്ചും കൂടി ചില വരബലങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹിരണ്യകശിപു എന്തു ചെയ്തു? വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ പ്രിയന്മാരെയും ഒന്നടങ്കം വധിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് കരബലം മാത്രം പോരാ, വരബലം കൂടി വേണം എന്ന് നിശ്ചയിച്ചിട്ട് ആ അസുര രാജാവ് രാജധാനിയെയും തൻ്റെ ഭാര്യയായ കയാധുവിനെയും വെടിഞ്ഞിട്ട് മന്ധര പർവ്വതത്തിലേക്ക് യാത്രയായി. എന്നിട്ട് അവിടെ ഇരുന്ന് ബ്രഹ്മദേവനെ തപസ്സു ചെയ്യാനായിട്ട് തുടങ്ങി.
അങ്ങനെ കഠിനമായ തപസ്സിൻ്റെ ഫലമായിട്ട് ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തു വരം വേണം എന്ന് ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു എന്താണ് ആവശ്യപ്പെട്ടത്? ദേവഗന്ധർവ കിം പുരുഷാദികൾ, അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, മത്സ്യാദി ജലജന്തുക്കൾ, അംബരചാരികളായ പക്ഷികൾ തുടങ്ങിയ 3 ലോകത്തിലുമുള്ള ഒരു ജീവിയും എന്നെ കൊല്ലുവാൻ പാടുള്ളതല്ല. ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും വെച്ച് ഞാൻ മരിക്കരുത്. യാതൊരായുധങ്ങളും കൊണ്ട് എന്നെ ആരും കൊല്ലരുത്. അതിലും വിശേഷിച്ച് രാത്രിയിലും പകലും എനിക്ക് മരണം സംഭവിക്കരുത്. ഈ വിധത്തിൽ എനിക്ക് വരം തരാമെങ്കിൽ മാത്രം തന്നുകൊള്ളുക, ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട. ഇങ്ങനെയാണ് ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് പറഞ്ഞത്. കുറച്ചു നേരം ബ്രഹ്മദേവൻ ആലോചിച്ചു. എന്നിട്ട് ചോദിച്ച വരങ്ങളിലധികവും ദാനം ചെയ്തു. തൻ്റെ പുത്രൻ മരീചിയുടെ പൗത്രനാണ് ഹിരണ്യകശിപു. അങ്ങനെ ഒരു സ്നേഹവും ബന്ധുത്വവും കൂടി ആർക്കുണ്ട്? ബ്രഹ്മദേവന് ഉണ്ട്. ഹിരണ്യകശിപു തപസ്സൊക്കെ സമർപ്പിച്ച് തൻ്റെ വരബലത്താൽ ത്രിലോക അധിപതി എന്നുള്ള അഹങ്കാരത്തോടു കൂടി തൻ്റെ രാജധാനിയിലേക്ക് എത്തിച്ചേർന്നു. കുരഗുരുവായ ശുക്രമുനിയെ സന്ദർശിച്ച് സകല വിവരങ്ങളും ധരിപ്പിച്ചു. തങ്ങളുടെ രാജാവ് ഈ വരമെല്ലാം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് കേട്ട് ശുക്രാചാര്യരും രാജധാനിയിലുള്ള മറ്റു പൗരപ്രമുഖരും എല്ലാവരും തന്നെ സന്തോഷിച്ചു. എന്നിട്ട് ഈ അസുരന്മാരുടെ അഹങ്കാരം അങ്ങ് വർദ്ധിച്ചു. അവരങ്ങ് മതിച്ച് നടക്കുകയാണ്. അതിനുശേഷം ഈ അസുരൻ ഒട്ടും അടങ്ങിയിരുന്നില്ല. ദേവന്മാരോടുള്ള വൈരാഗ്യം തീർക്കുന്നതിനായിട്ട് പെട്ടെന്ന് തന്നെ ദേവലോകത്ത് പോയി അവരെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ ദേവന്മാരും ദേവസ്ത്രീകളുമെല്ലാം അവിടെ നിന്നും ഇറങ്ങി പോകേണ്ടി വന്നു. അവർ കാട്ടിലേക്ക് പോയി. ദേവന്മാരും ദേവസ്ത്രീകളും ദേവലോകത്ത് പിന്നെ നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പാതാളത്തിൽ പോയി ഭൂമിയും പാതാളവും എല്ലാം തന്നെ പിടിച്ചടക്കി തൻ്റെ ഭരണത്തിൻ്റെ കീഴിലാക്കി ആ ദുഷ്ടൻ. എന്നിട്ട് യാഗം ചെയ്യുന്നവർ അതിൻ്റെ ഹവിസ് മേലാൽ ദേവകൾക്ക് കൊടുക്കാതെ തനിക്കു നൽകണം എന്നൊരാജ്ഞയും കൂടി പുറപ്പെടുവിച്ചു. 3 ലോകങ്ങൾക്കും താൻ മാത്രമാണ് രക്ഷകൻ. അതുകൊണ്ട് ഇനി വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ ഒന്നും നാമം ആരും ഉച്ചരിക്കരുത്. എല്ലാവരും ഓം ഹിരണ്യായ നമ എന്ന് ജപിച്ചു കൊള്ളണം. ആരും ഓം നമഃശിവായ എന്നോ ഓം നാരായണായ എന്നോ ഒന്നും ജപിക്കരുത്. എല്ലാവരും ഹിരണ്യായ നമ എന്ന് ജപിച്ചു കൊള്ളണമെന്നൊരു ഉത്തരവും പുറപ്പെടുവിച്ചു. എന്തു ചെയ്യും? എല്ലാവർക്കും അനുസരിക്കുക മാത്രമേ മാർഗമുള്ളൂ. ആരെങ്കിലും തിരിച്ചു ചെയ്താൽ അവരുടെ തല വെട്ടിക്കളയും. അങ്ങനെ തൻ്റെ ആജ്ഞയൊക്കെ പുറപ്പെടുവിച്ച് അഹങ്കരിച്ചതിന് ശേഷം എവിടേക്ക് പോവുകയാണ്? ഇനി വിഷ്ണു ലോകം അതുമാത്രമേ ഉള്ളൂ പിടിച്ചടക്കാൻ. അങ്ങനെ വിഷ്ണു ലോകത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പം അവിടെ ആരുമില്ല. വൈകുണ്ഠത്തിൽ ശ്രീപതിയുമില്ല, ലക്ഷ്മീ ദേവിയുമില്ല. അവിടെ മറ്റ് വിഷ്ണുവിൻ്റെ അനുയായികൾ ആരും തന്നെ ഇല്ല. തന്നെ പേടിച്ച് മഹാവിഷ്ണു ഓടിപ്പോയിരിക്കുന്നു. ഇനി വൈകുണ്ഠവും എനിക്ക് സ്വന്തം എന്ന് ഈ അസുരൻ, ഈ മൂഢൻ വിശ്വസിച്ചു. എന്നിട്ട് ഹിരണ്യകശിപു തിരിച്ചു പോന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല എന്ന് മഹാവിഷ്ണു തീരുമാനിച്ചത് കൊണ്ടാണ് അവന് മഹാവിഷ്ണുവിനെ കാണാൻ സാധിക്കാഞ്ഞത്. അതിനുശേഷം ഇവൻ എന്ത് ചെയ്യുകയാണ്? ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് ബ്രഹ്മദേവനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അതായത് മഹാവിഷ്ണുവൊക്കെ ഓടിപ്പോയിരിക്കുന്നു, ഇനി ഞാൻ മാത്രമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടും കേട്ടും വിഷമിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ മഹാവിഷ്ണുവിനോട് പറയുകയാണ്. അപ്പോൾ മഹാവിഷ്ണു ബ്രഹ്മദേവനോട് ഇങ്ങനെ അരുളി ചെയ്തു: ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ അവൻ്റെ പുത്രനായ പ്രഹ്ലാദൻ വഴി പെട്ടെന്ന് തന്നെ ഞാൻ വധിക്കുന്നതാണ്. നിങ്ങൾ സങ്കടം വെടിഞ്ഞ് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ
ബ്രഹ്മദേവന് സമാധാനമായി. ഈ വിവരങ്ങളെല്ലാം തന്നെ ബ്രഹ്മദേവൻ ദേവന്മാരെ അറിയിച്ചു. ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണ് ആര്? പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനാണ്. ജനിച്ചപ്പോൾ മുതൽ വിഷ്ണു ഭക്തനാണ്. പിതാവിൻ്റെ ഇത്തരത്തിലുള്ള ആസുര സ്വഭാവമോ ധിക്കാരമോ ഒന്നും തന്നെ ആ കുഞ്ഞു മകന് ഇല്ലായിരുന്നു. മകനെ എനിക്ക് ശേഷം രാജാവാക്കി, അസുരകുലത്തിൻ്റെ രാജാവാക്കി മാറ്റണം എന്നുള്ള ചിന്തയോടുകൂടി കുഞ്ഞിനെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനായിട്ട് ശുക്രാചാര്യരുടെ അടുക്കൽ ഹിരണ്യകശിപു ആക്കുകയാണ്. ശുക്രാചാര്യരോട് പറഞ്ഞു, എല്ലാ വിദ്യകളും പഠിപ്പിക്കണം, അതുപോലെ തന്നെ ഓം ഹിരണ്യായ നമ എന്ന് ജപിക്കുവാനും പഠിപ്പിക്കണമെന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷേ ശുക്രാചാര്യർ കാണാതെ പ്രഹ്ലാദൻ എപ്പോഴും ഓം നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ കൂട്ടത്തിലുള്ള മറ്റു കുട്ടികൾക്കും ഈ നാമം ഉപദേശിച്ചു കൊടുത്തു. ഇവരെല്ലാവരും അത് ജപിക്കുമായിരുന്നു. പക്ഷേ ശുക്രാചാര്യരുടെ മുമ്പിൽ ജപിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം എന്തൊക്കെയായി തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം എന്നറിയുന്നതിനായിട്ട് ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ ഗുരുകുലത്തിലേക്ക്, ശുക്രാചാര്യരുടെ ഗുരുകുലത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഹിരണ്യകശിപു മകനെ വിളിച്ചു തൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ഓമന മകനെ പറയൂ, നീ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ തൻ്റെ പേര് പറയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ ദുഷ്ടനായ അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ ആ കൊച്ചു ബാലൻ തൻ്റെ കുഞ്ഞു കൈകൾ കൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലോകരക്ഷകനായ ഭഗവാൻ ശ്രീനാരായണനോടുള്ള ഭക്തിയാണച്ഛ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് പുരുഷനായ ശ്രീനാരായണനെ കുറിച്ചുള്ള ജ്ഞാനമാണച്ഛ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരുണ്യമൂർത്തിയായ ആ ജഗന്മയൻ്റെ പാദസേവയാണച്ഛ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പോരെ പൊടിപൂരം? ചാടി എഴുന്നേൽക്കുകയാണ് ഹിരണ്യകശിപു. നിർത്തു, എന്തൊരഹങ്കാരമാണ് നീ ഈ പറഞ്ഞത്? എവിടെ നിന്ന് പഠിച്ചു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ഹിരണ്യകശിപു ആ കുഞ്ഞിനെ തള്ളി മാറ്റിയിട്ട് ശുക്രാചാര്യരുടെ നേർക്ക് പാഞ്ഞു ചെന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ഈ തോന്നിയവാസമൊക്കെ എൻ്റെ മകനെ പഠിപ്പിച്ചത്? അപ്പോൾ ആചാര്യരും മറ്റുള്ളവരുമെല്ലാം ഭയന്ന് വിറച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിതൊന്നും പഠിപ്പിച്ചില്ല എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപു തൻ്റെ ദേഷ്യമൊക്കെ ഒന്നടക്കിയിട്ട് മകൻ്റെ അടുത്തു ചെന്നിട്ട് ഇങ്ങനെയൊന്ന് ഗുണദോഷിച്ചു. മകനെ, നിനക്ക് എന്തിനാണിങ്ങനെ ദുർബുദ്ധി തോന്നുന്നത്? എന്താണതിന് കാരണം? ആ നാരായണൻ നമ്മുടെ ശത്രുവല്ലേ? ആജന്മ ശത്രുവല്ലേ? അവനെ നീ ബഹുമാനിക്കുന്നത് ശരിയല്ല. നീ അസുരകുല ചക്രവർത്തിയായി വാഴേണ്ടവനാണ്. അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ലോകരക്ഷകനായ ശ്രീനാരായണൻ ആരുടെയും ശത്രുവല്ല. അദ്ദേഹം എല്ലാവരുടെയും മിത്രമാണ്. അദ്ദേഹത്തിൻ്റെ നാമമന്ത്രാക്ഷരം ജപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നും തന്നെയില്ല എന്ന് പറയുകയാണ്. മകനെ ഗുണദോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ആ ദുഷ്ടൻ ആ കുഞ്ഞിനെ കാലും മടക്കി തൊഴിച്ചിട്ട് ശുക്രാചാര്യരുടെ അടുത്തു ചെന്നിട്ട് പറഞ്ഞു, വേണ്ട കാര്യങ്ങളെല്ലാം മകനെ മര്യാദയ്ക്ക് പഠിപ്പിച്ചു കൊള്ളണം. ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഇവൻ്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടുപോകരുത് എന്ന്. വീണ്ടും ശുക്രാചാര്യർ തൊഴുതുകൊണ്ട് പറഞ്ഞു, പ്രഭോ, അസുരരാജാവേ ക്ഷമിക്കണം, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ഇവൻ തന്നെത്താൻ പറയുന്നതാണ്. കാരണമെന്ത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉടനെ ഹിരണ്യകശിപു പറയുകയാണ്, അതൊക്കെ ശരി, ഞാൻ അടുത്ത തവണ വരുമ്പം ഇതൊന്നും ഇനി ഇവിടെ കേട്ടു പോകരുത്. അവൻ വീണ്ടും ഇത് തന്നെ പറയുകയാണെങ്കിൽ നല്ല അടി കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപു പോയി. അങ്ങനെ രാജാവിൻ്റെ ആജ്ഞാപ്രകാരം ഗുരുനാഥനും മറ്റുള്ളവരും എല്ലാം തന്നെ പല തരത്തിൽ പരിശ്രമിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല.
അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ പ്രഹ്ലാദന് ഇത്തരത്തിലുള്ള ഒരു വിഷ്ണുഭക്തി ഉണ്ടായത് എന്നൊരു ചോദ്യം അവിടെ വരും. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ ഹിരണ്യകശിപു തപസ്സിനായിട്ട് പോയിരുന്നല്ലോ മന്ധരപർവ്വതത്തിലേക്ക്. ആ സമയത്ത് കയാധുവിനെ ആ രാജ്യത്ത് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ആ സമയത്ത് ഈ ദേവേന്ദ്രന് ഒരു ദുഷ്ടബുദ്ധി തോന്നി. രാജാവ് പോയി, അപ്പം കയാധുവിനെ അങ്ങ് ഉപദ്രവിച്ചേക്കാം. അങ്ങനെ കയാധുവിനെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് ദേവേന്ദ്രൻ അവിടെ വന്നപ്പോൾ അവിടെ നാരദർ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നാരദർ പറഞ്ഞു, ഈ കാണിക്കുന്നത് തോന്നിയവാസമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കയാധുവിനെയും കൊണ്ട് നാരദർ തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കയാധു ഗർഭിണിയായിരുന്നു. ദിവസവും കയാധുവിനെ മുന്നിലിരുത്തിക്കൊണ്ട് നാരദർ വിഷ്ണു സഹസ്രനാമങ്ങളും ഭഗവാന്റെ കഥകളുമൊക്കെ തന്നെ ഗർഭസ്ഥനായ ശിശു കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നാരദരുടെ ഇപ്രകാരമുള്ള നാമങ്ങളും കഥകളും ഒക്കെ കേട്ടുകൊണ്ടാണ് അമ്മയുടെ വയറ്റിൽ കിടന്ന് ആ കുഞ്ഞു പ്രഹ്ലാദൻ വളർന്നത്. അതുകൊണ്ടാണ് പ്രഹ്ലാദന് വിഷ്ണു ഭക്തി ഉണ്ടായത്. തപസ് കഴിഞ്ഞ് ഹിരണ്യകശിപു വരുന്നതിനു മുമ്പ് തന്നെ കയാധു നാരദൻ്റെ സഹായത്തോടുകൂടി തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കയാധു എവിടെയായിരുന്നു എന്നുള്ള കാര്യമൊന്നും ഹിരണ്യകശിപു അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ശുഭമുഹൂർത്തത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ആഗമനത്തിന് ശേഷം കയാധു ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കാഴ്ചയിൽ ആർക്കും ആഹ്ലാദം ജനിപ്പിക്കത്തക്കവണ്ണം അത്രയ്ക്ക് സുന്ദരനും തേജസ്സും തികഞ്ഞിരുന്ന ഒരു പൈതലായിരുന്നു ആ കുഞ്ഞ്. പിതാവ് തന്നെയാണ് ആ കുഞ്ഞിന് പ്രഹ്ലാദൻ എന്ന നാമകരണവും ചെയ്തത്. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽക്കു തന്നെ വിഷ്ണുഭക്തി അവനിൽ അന്തർലീനമായിരുന്നത് കൊണ്ടാണ് അവൻ പിന്നീട് ഏറ്റവും വലിയ ഹരിഭക്തനായി തീർന്നത്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ വലിയ വിഷ്ണുഭക്തനായി തീർന്നത്. അതിനുശേഷം വീണ്ടും ഹിരണ്യകശിപു ആരെ കാണാനായിട്ട് വരികയാണ്? പ്രഹ്ലാദനെ കാണാനായിട്ട് വരികയാണ്. വീണ്ടും മകനെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോഴും നാരായണ നാമമല്ലാതെ മറ്റൊന്നും തന്നെ പ്രഹ്ലാദൻ പറയുന്നില്ല. എന്തു ചെയ്യാൻ സാധിക്കും? പല തരത്തിൽ ഉപദേശിച്ചു, ദേഷ്യപ്പെട്ടു, വഴക്ക് പറഞ്ഞു, ഒരു രക്ഷയുമില്ല. അങ്ങനെ ഹിരണ്യകശിപുവിന് വലിയ വൈരാഗ്യം തോന്നുകയാണ്. അങ്ങനെ മലയുടെ മുകളിൽ നിന്നും പ്രഹ്ലാദനെ താഴേക്ക് ഉരുട്ടിയിട്ട് കൊല്ലുന്നതിനായിട്ട് ഹിരണ്യകശിപു ആജ്ഞാപിച്ചു. ഭടന്മാർ പ്രഹ്ലാദനെ മലമുകളിൽ കയറ്റി കൈകാലുകൾ കയറുകൊണ്ട് കെട്ടി കീഴോട്ട് ചവിട്ടിത്തള്ളി ഉരുട്ടി. സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ വൈകുണ്ഠപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പന്തുപോലെ ഉരുണ്ടുരുണ്ടു വരുന്ന ആ ഓമന ബാലനെ ഭൂമിദേവി തൻ്റെ പൂമടിത്തട്ടിൽ താങ്ങിയെടുത്ത് താലോലിച്ച് യാതൊരു കേടും കൂടാതെ താഴെ കൊണ്ടുവന്ന് നിർത്തി. എന്തു ചെയ്യാം? അത് ഫലിച്ചില്ല. വിഷപ്പാമ്പുകളെ കൊണ്ട് കൊത്തിക്കുവാൻ നോക്കി. തക്ഷക തുല്യരും ഉഗ്രവിഷത്തോടു കൂടിയവരുമായ ഭീമാകാര മൂർഖപ്പാമ്പുകളെ നാഗപാലകർ പ്രഹ്ലാദന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മന്ത്രം ജപിച്ചു കൂടു തുറന്ന് പുറത്തേക്ക് വിട്ടു. കണ്ണുമടച്ചു ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രഹ്ലാദന്റെ നേർക്ക് ശീൽക്കാര ശബ്ദത്തോടുകൂടി ആ നാഗങ്ങൾ ചീറിപ്പാഞ്ഞടുത്തു. എങ്കിലും അവൻ്റെ പാദസന്നിധിയിൽ വന്നപ്പോൾ അവ സ്വയമേവ പത്തി താഴ്ത്തി വന്നിച്ച് അവനു ചുറ്റും 3 പ്രാവശ്യം ഇഴഞ്ഞിഴഞ്ഞ് പ്രദക്ഷിണം വെച്ച് തിരിച്ചുപോയി. ഇനി എന്തു ചെയ്യും? ഹിരണ്യകശിപു ആലോചിച്ചു. അവനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അവനെ അഗ്നിദേവൻ സ്പർശിച്ചില്ല. അവനെ കടലിലെറിഞ്ഞു നോക്കി. അവനെ കടലെടുത്തില്ല. ഇനി എന്തു ചെയ്യും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മണിമാളികയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയ ഹിരണ്യകശിപു മദയാനകളെ കാണുകയാണ്. ഇത് തന്നെ മാർഗം എന്ന് പറഞ്ഞ് മദയാനകളുടെ മുമ്പിലേക്ക് പ്രഹ്ലാദനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അവനെ കുത്തിക്കൊല്ലുവാൻ ആനക്കാര് ആനയോട് ആംഗ്യവും കാണിച്ചു. സകലതും
ശ്രീനാരായണനിൽ സമർപ്പിച്ച് കൈകൂപ്പിക്കൊണ്ട് പ്രഹ്ലാദൻ ആ മതയാനകളുടെ മുമ്പിൽ കണ്ണുമടച്ചു കിടന്നു. കരിവീരന്മാർ ഓരോരുത്തരും അവനെ കുത്തുവാനായി മസ്തകം കുനിച്ചു. പെട്ടെന്ന് അവർ തല ഉയർത്തി വണക്കത്തോടുകൂടി പുറകോട്ട് മാറി. പ്രധാന ഗജവീരൻ അവനെ എടുത്ത് മസ്തകത്തിൽ വെച്ച് വന്നിച്ച് ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എല്ലാ കരിവീരന്മാരും പുറകോട്ട് മാറി നിന്നു. ഇതും കൂടി കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് ആകെ ദേഷ്യമായി. ആ സമയത്ത് ഹിരണ്യകശിപു ഭ്രാന്തനെ പോലെയായി. എന്നിട്ട് ആ മട്ടുപ്പാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. ആ മട്ടുപ്പാവിൻ്റെ താഴെ തൊഴു കൈയോടെ നിൽക്കുകയായിരുന്നു ആര്? പ്രഹ്ലാദൻ. എന്നിട്ട് ഈ ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ അടുക്കലേക്ക് ചെന്നു. ആ കുഞ്ഞ് പേടിച്ച് പേടിച്ച് പിതാവിൻ്റെ അടുത്ത് വന്ന് തൊഴു കൈയോടുകൂടി നിന്നു. അപ്പോൾ ഏതാണ്ട് നേരം സന്ധ്യാസമയമായി. രാവും പകലുമല്ലാത്ത സായംകാല സന്ധ്യ. മട്ടുപ്പാവിന് താഴെ കൊട്ടാരമുറ്റത്ത് മന്ത്രിമാരും സേവകന്മാരുമായ ഒട്ടനവധി അസുരന്മാർ നിൽപ്പുണ്ട്. ഹിരണ്യകശിപു മകനെ നോക്കി അവജ്ഞയോടെ ചോദിച്ചു, എന്താടാ കുട്ടി, നീ ഈ വിധം താന്തോന്നിത്തരം കാണിക്കുന്നത്? എന്തു കണ്ടിട്ടാണ് നിന്റെ പിതാവിനെയും ഗുരുക്കന്മാരെയും ധിക്കരിച്ച് നമ്മുടെ പരമശത്രുവായ ആ വിഷ്ണുവിനെ സേവിക്കുന്നത്? നീ കുലദ്രോഹിയായി പോയല്ലോ. നിനക്ക് മാപ്പു തരാൻ നിവർത്തിയില്ല. എൻ്റെ പുത്രനാണ് എന്നുള്ള യാതൊരു സ്നേഹവും എനിക്കിപ്പോൾ നിന്നോടില്ല. ഇത്രയും നേരം ഞാൻ പല തരത്തിൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ നീ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ഇനി നിന്നെ കൊല്ലുന്നത് ഞാനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാളുകൊണ്ട് നിന്നെ ഞാൻ കഴുത്തറുത്തു കൊല്ലാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. നോക്കട്ടെ, നിന്റെ ബന്ധുവായ നിന്റെ രക്ഷകനായ നാരായണൻ നിന്നെ രക്ഷിക്കുവാൻ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, അങ്ങിങ്ങനെ പറയല്ലേ. വിഷ്ണു നമ്മുടെ ശത്രുവല്ല. അദ്ദേഹം നമ്മളെ എല്ലാവരെയും ആപത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. 14 ലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങൾക്കും അദ്ദേഹം ബന്ധുവാണ്. അദ്ദേഹം സർവവ്യാപിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഹിരണ്യകശിപു വീണ്ടും ദേഷ്യത്തോടു കൂടി കണ്ണു തുറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിർത്തടാ നികൃഷ്ട കീടമേ, നിന്റെ ഒരു ഉപദേശം. അവൻ സർവവ്യാപിയാണ് പോലും. ഞാൻ വൈകുണ്ഠത്തിൽ വരെ പോയി നോക്കി, അവിടെയും കണ്ടില്ല. എവിടെയുണ്ട് അവൻ? ഈ തൂണിലുണ്ടോ നിന്റെ വിഷ്ണു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ പറഞ്ഞു, ഉണ്ടച്ഛാ, അദ്ദേഹം തൂണിലും തുരുമ്പിലുമുണ്ട്, എവിടെയുമുണ്ട്, എപ്പോഴുമുണ്ട്. ഉടനെ ഹിരണ്യകശിപു ഇങ്ങനെ പറഞ്ഞു, എന്നാൽ അതിപ്പോൾ തന്നെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന വാളും എടുത്തുകൊണ്ട് ആ തൂണിൽ ആഞ്ഞു വെട്ടി. അപ്പോൾ എന്താണ് കാണുന്നത്? ഇടിവെട്ടും വണ്ണം 8 ദിഗന്ധങ്ങളും പൊട്ടുമാറ് അലറി അട്ടഹസിച്ച് അണ്ടകടാഹങ്ങളാകെ വിറപ്പിച്ചുകൊണ്ട് മധ്യാഹ്ന ഭാസ്കര പ്രഭയെ വെല്ലുന്ന പ്രകാശോജ്വല രൂക്ഷ നയനങ്ങൾ തുറിച്ചുകൊണ്ടും രക്തവർണാങ്കിതമായ രസനാഗ്രം പുറത്തേക്ക് നീട്ടിക്കൊണ്ടും കൂർത്തു മൂർത്തു വളഞ്ഞ ദംഷ്ട്രദന്തങ്ങൾ വക്രാന്ത പര്യന്തം കാട്ടിക്കൊണ്ടും ഹനുപ്രദേശങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടും ആപാദമസ്തകം നീണ്ടു നിബിഡമായി വിജൃംഭിച്ചെഴുന്ന വെള്ളസടകളെ ഇളക്കിക്കൊണ്ടും കൂർത്ത മൂർത്ത നീണ്ടു വളഞ്ഞ നഖങ്ങൾ വിളങ്ങുന്ന കരചരണങ്ങൾ മടക്കി ശത്രുവിൻ്റെ നേർക്ക് ചാടാനുള്ള ഉഗ്രഭാവം നടിച്ചുകൊണ്ടും തീക്കണ്ണുകൾ ഉരുട്ടി തുടരെ തുടരെ ചുറ്റും രൂക്ഷമായി നോക്കിക്കൊണ്ടും പ്രളയകാല മേഘഗർജിത സന്നിഭം ഘോരഘോരം അലറിക്കൊണ്ടും കുറുകി തടിച്ച കഴുത്ത് ഭയാനകമായ വിധം അങ്ങുമിങ്ങും തിരിച്ചുകൊണ്ടും അതിഭയങ്കരാകൃതിയോടു കൂടിയ ഒരു നരസിംഹരൂപം. ശിരസ് മൃഗത്തിൻ്റെയും ശരീരം കാട്ടുമനുഷ്യൻ്റെയും എന്നതുപോലെ തൂണിൻ്റെ മധ്യഭാഗം തട്ടിപ്പിളർന്ന് ആ രൂപം പുറത്തേക്ക്
ചാടി വീണു. ആ ഭയങ്കരമായ രൂപത്തെ കണ്ട് എല്ലാവരും പേടിച്ച് വിറച്ചുപോയി. സാക്ഷാൽ പ്രഹ്ലാദൻ പോലും വിറച്ചുപോയി. അസുരന്മാർ തങ്ങളുടെ മായ കൊണ്ട് തന്നെ സംഹരിക്കുവാൻ നിർമ്മിച്ച വല്ല ദുർഭൂതവുമായിരിക്കുമോ എന്ന് പോലും ആ കുഞ്ഞു പ്രഹ്ലാദൻ സംശയിച്ചു. ആ സമയം പ്രഹ്ലാദൻ ഭയം കൊണ്ട് നാരായണ നാരായണ എന്ന് ഉറക്ക വിളിച്ചു. എന്നിട്ട് ഹിരണ്യകശിപുവിനെ വധിക്കുവാനായി കാരുണ്യവാരിധിയായ ശ്രീഹരി കമലാവല്ലഭൻ നരനും മൃഗവുമല്ലാത്ത നരസിംഹരൂപത്തിൽ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്ത് തിരു അവതാരം ചെയ്തിരിക്കുകയാണ്. ബ്രഹ്മദേവൻ പോലും ആ ഭീകരമായ രൂപത്തെ കണ്ട് ഭയപ്പെട്ടു. ഹിരണ്യകശിപു ആ ജന്തുവിനെ വെട്ടിമുറിക്കുവാനായി വാളും വീശിക്കൊണ്ട് മുമ്പോട്ടടുത്തു. അവർ തമ്മിൽ അത്യുഗ്രമായ ഒരു ദ്വന്ദ്വയുദ്ധം നടന്നു. യുദ്ധത്തിൻ്റെ മധ്യത്തിൽ നരസിംഹമൂർത്തി ഈ അസുരൻ്റെ വാളും പരിചയും ദൂരേക്ക് തെറിപ്പിച്ചു. എന്നിട്ട് അവനെ കവാടദ്വാരത്തിൽ വെച്ച് ചാടി പിടിച്ചു വലിച്ച് വാതിൽ പടിയിന്മേൽ ഇരുന്ന് തൻ്റെ തിരുമടിയിൽ മലർത്തി കിടത്തി കൂർത്തു മൂർത്ത നഖങ്ങൾ കൊണ്ട് അവൻ്റെ മാറിടം കുത്തി കീറി പിളർന്ന് കുടുകുടാ പുറത്തേക്കൊഴുകി വന്ന ആ ചുടുചോര തൻ്റെ തൃക്കരങ്ങളാൽ വാരിക്കോരി തിരുമയ്യാസകലം പൂശി നീണ്ട കുടൽമാലകൾ വലിച്ചു പറിച്ച് തൻ്റെ കഴുത്തിൽ അണിഞ്ഞ് ലോകം മുഴുവനും നടുങ്ങുമാറു വീണ്ടും ഒന്നുകൂടി ഗർജിച്ചു. മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹരൂപം, പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയം, അകത്തും പുറത്തുമല്ലാത്ത വാതിൽപ്പടി, ആകാശവും ഭൂമിയുമല്ലാത്ത മട്ടുപ്പാവിൽ ഭഗവാന്റെ മടിത്തട്ട്, ആയുധങ്ങളല്ലാത്ത ഭഗവാന്റെ നഖങ്ങൾ, ഈ വിധം അവൻ്റെ വരമനുസരിച്ചു തന്നെ സാക്ഷാൽ ജഗന്മയൻ അവനെ വധിച്ചു. അതിനുശേഷം അസുരൻ്റെ അനുചരന്മാരായി അവിടെ കാണപ്പെട്ട സർവ അസുരന്മാരെയും നരസിംഹമൂർത്തി നിമിഷ നേരം കൊണ്ട് സംഹരിച്ചു. പ്രപഞ്ചമാകെ വിറച്ചുപോയി. ഭഗവാന്റെ കോപം അടങ്ങുന്നില്ല. തൃക്കണ്ണുകളിൽ നിന്നും തീക്കട്ടകൾ പുറത്തേക്ക് വരികയാണ്. ചക്രധാരിയുടെ ഉഗ്രകോപാഗ്നിയിൽ ലോകം പോലും എരിഞ്ഞു പോകുമോ എന്ന് ബ്രഹ്മദേവൻ പരിഭ്രമിച്ചു. 7 സാഗരങ്ങളും ഇളകി മറിയുവാൻ തുടങ്ങി. പർവ്വതങ്ങൾ കുലുങ്ങി, ഭൂമി കുലുങ്ങി. ഈ ആപത്ഘട്ടത്തിൽ എന്താണ് വേണ്ടതെന്ന് ബ്രഹ്മദേവനും ദേവന്മാരും ബ്രഹ്മർഷികളും എല്ലാവരും കൂടിച്ചേർന്ന് ആലോചിച്ചു. ആർക്ക് നരസിംഹമൂർത്തിയെ അനുനയിപ്പിക്കാൻ പറ്റും? അവര് പാട്ടുപാടി നരസിംഹമൂർത്തിയെ സ്തുതിച്ചു, അടങ്ങുന്നില്ല. നൃത്തം ചെയ്തു, അടങ്ങുന്നില്ല. ശാന്തനാകുന്നില്ല നരസിംഹമൂർത്തി. അദ്ദേഹത്തിൻ്റെ ക്രോധം വർദ്ധിച്ചു വരുന്നു. ഭക്തനായ പ്രഹ്ലാദനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ആ ഉഗ്ര നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ ആ ബാലൻ്റെ അരികിൽ ചെന്നിട്ട് വാത്സല്യത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു: മകനെ പ്രഹ്ലാദകുമാര, കോപിഷ്ഠനായിരിക്കുന്ന നരസിംഹമൂർത്തിയെ ഒന്നുപോയി നീ സമാധാനപ്പെടുത്തൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽ ഈ ലോകം മുഴുവനും നശിക്കും. കുഞ്ഞെ, നീ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അദ്ദേഹം നാരായണനാണ്. ഭക്തനായ നിന്നെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം താനേ അടങ്ങും. ബ്രഹ്മാവായ ഞാനാണ് നിന്നോട് പറയുന്നത്. ചെല്ലു കുമാര, അടുത്തേക്ക് ചെല്ലു, പേടിക്കണ്ട. അദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നിന്റെ നാരായണനാണ്. ഇപ്രകാരമുള്ള ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രഹ്ലാദൻ നാരായണ നാമം ജപിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് സാവധാനം നടന്നു ചെന്നു. അവിടെ നിന്നുകൊണ്ട് തന്നാൽ കഴിയുന്ന വിധം വൈകുണ്ഠപതിയെ അവൻ വാഴ്ത്തി സ്തുതിച്ചു. അനന്തരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ അദ്ദേഹത്തിൻ്റെ തൃപ്പാദമലരുകളിൽ വീണു നമസ്കരിച്ചു. കണ്ണുനീരുകൊണ്ട് ആ കഴൽ മലരുകളെ തഴുകി സ്തുതിച്ചു.
തൻ്റെ പാദങ്ങളിൽ വീണു കരയുന്ന പ്രഹ്ലാദനെ കണ്ടപ്പോൾ കരുണാനിധിയായ കമലാകാന്തൻ്റെ വദനത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ രൗദ്രഭാവം മറഞ്ഞു. തൽസ്ഥാനത്ത് ഭക്തവാത്സല്യം തുളുമ്പിയ ഒരു മന്ദസ്മിതം തെളിഞ്ഞു. അദ്ദേഹം ആ കൊച്ചു ബാലനെ തൻ്റെ തൃക്കരങ്ങളാൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ചു. എന്നിട്ട് അവൻ്റെ ശിരസിൽ 1000 വാത്സല്യ ചുംബനങ്ങൾ അർപ്പിച്ചു. ഭക്തവത്സലനാണ് ജഗന്നാഥൻ. ശ്രീഹരി അദ്ദേഹത്തിന് ഭക്തന്മാരോട് അത്യധികമായ സ്നേഹമാണ്. തന്നേക്കാൾ കൂടുതൽ സ്നേഹമാണ് ഭക്തനോട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും, സാക്ഷാൽ ജഗത്പതിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു. ഭഗവാന്റെ ഭക്തവാത്സല്യം കണ്ടപ്പോൾ ബ്രഹ്മാദി ദേവഗണങ്ങളുടെ മുഴുവനും കണ്ണുകളിൽ സന്തോഷ അശ്രുക്കൾ നിറഞ്ഞു. നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു പ്രഹ്ലാദനുണ്ടായിരുന്നത്. ഭഗവാൻ ദയോടുകൂടി അവനോട് ചോദിച്ചു, വത്സ, നിനക്കെന്തു വരം വേണം? ചോദിച്ചു കൊള്ളുക, സന്തോഷത്തോടുകൂടി ഞാൻ നിനക്കത് നൽകാം. ആ സമയത്ത് പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, അടിയന് ഒന്നിനോടും മോഹമില്ല. അതിനാൽ അടിയന് യാതൊരു വരവും ആവശ്യമില്ല. കാമക്രോധാദി വികാരങ്ങളോ പാപചിന്തകളോ അടിയൻ്റെ മനസ്സിൽ കയറാതിരിക്കുന്നതിന് അടിയനെ അവിടുന്ന് അനുഗ്രഹിക്കണം. കൂടാതെ അടിയൻ്റെ പിതാവ്, അദ്ദേഹം എത്ര തന്നെ ദുഷ്ടനാണെങ്കിലും അടിയൻ്റെ പിതാവാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങൾ തീർത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഗതി വരുത്തുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. അസുര സാമ്രാട്ടായിരുന്ന അദ്ദേഹം ദേവപ്രിയനായ അവിടുന്നോട് വൈരം കാണിച്ചത് വംശസ്നേഹം കൊണ്ടാണ്. മകനായ അടിയനോട് കാണിച്ച വൈരാഗ്യത്തിനും കാരണം അതുതന്നെയാണ് എന്ന് പ്രഹ്ലാദൻ തൊഴുകൈയോടുകൂടി ഭഗവാനോട് അപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അടിയനൊരാഗ്രഹമുണ്ട്. അടിയന് അവിടുത്തെ സാക്ഷാൽ രൂപത്തിൽ ഒന്ന് കാണണം എന്നുണ്ട്. ഭഗവാൻ സന്തോഷത്തോടുകൂടി പ്രഹ്ലാദനെ വീണ്ടും ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കുമാരാ, നിന്റെ നിഷ്കാമമായ ഭക്തി നിന്നെ ലോകോത്തമ ഭക്തനും പുണ്യവാനുമാക്കി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. നീ മൂലം നിന്റെ പിതാവും സർവപിതൃക്കളും പാപമോചിതരും വിശുദ്ധന്മാരുമായി തീരുന്നതാണ്. നിന്റെ അച്ഛൻ ഒടുവിൽ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രം നാരദരൊരിക്കൽ നിന്നെ പറഞ്ഞു മനസ്സിലാക്കും. എൻ്റെ സാക്ഷാൽ രൂപത്തിൽ നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നെ ദർശിക്കുവാനുള്ള അനുഗ്രഹവും ഞാൻ നിനക്ക് നൽകുന്നു. ഈ മന്വന്തരം മുഴുവനും നീ അസുര ചക്രവർത്തിയായി വാണ് എൻ്റെ ഭക്തന്മാരിൽ സർവോത്തമനായി ഭവിച്ച് പുരുഷാർത്ഥം സാധിച്ച് അവസാനം മുക്തിപദം നേടി എന്നിൽ തന്നെ വന്നു ചേർന്നു കൊള്ളുക എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അന്തർധാനം ചെയ്തു. ഇപ്രകാരം അനുഗ്രഹങ്ങൾ നൽകി അനന്തശായി അന്തർധാനം ചെയ്തു. പിതാവിൻ്റെ സംസ്കാരാദി ചരമക്രിയകൾ വിധിപ്രകാരം നടത്തിയതിനു ശേഷം പ്രഹ്ലാദൻ ആ ചെറുപ്രായത്തിൽ തന്നെ അസുരവംശ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഒരു മന്വന്തര കാലം മുഴുവനും രാജ്യഭരണം നടത്തി ഒടുവിൽ സായൂജ്യ പദം നേടി ശ്രീനാരായണ പാദപത്മത്തിൽ അദ്ദേഹം വിലയം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് നരസിംഹ അവതാരം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അസുരവൈരിയായിരുന്നു ആര്? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. എന്തൊക്കെ തെറ്റു ചെയ്താലും തൻ്റെ അച്ഛനാണ് എന്ന് പറയാനുള്ള ആ ഒരു വലിയ മനസ്സ് ആ കുഞ്ഞു ബാലനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകണമെന്ന് പ്രഹ്ലാദൻ അപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്നുള്ളതിനും ഒരു ഉത്തരം ആർക്കുണ്ടായിരുന്നു? പ്രഹ്ലാദനുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നരസിംഹ ജയന്തി ദിവസം നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കൊള്ളുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.